ഇന്ന് തൃശ്ശൂരിലെ ആമ്പല്ലൂർ മനുഷ്യ കടലായി തീർന്ന ഒരു സമയമാണ്. അപ്പം ഞാനും നമ്മുടെ ഷമീർ ഉസ്താദും തൃശ്ശൂരിലേക്ക്, പ്രത്യേകിച്ച് ആമ്പല്ലൂർ SYSന്റെ യുവജന സമ്മേളനം നടക്കുന്ന നഗരിയിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ ഉടൻ തന്നെ എത്തിച്ചേരും. അപ്പോൾ കുറച്ച് വൈകിയെങ്കിലും ഉടൻ തന്നെ ആ നഗരിയിൽ എത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ എത്ര സമയം വേണ്ടി വരും നമുക്ക് അവിടുത്തെ? ഒരു 1.25 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആമ്പല്ലൂർ തൊടും അല്ലേ? അപ്പോൾ ഞാനും ഷമീർ ഉസ്താദും യാത്രയിലാണ്. മൂവാറ്റുപുഴ വിട്ടു. ഇപ്പോൾ പെട്ടിയാപ്പണി കഴിഞ്ഞില്ലേ? പെരുമ്പാവൂരെത്തുന്നു. അപ്പോൾ ഏകദേശം ഇൻഷാ അല്ലാഹ്, അതായത് മനുഷ്യ കടലായി തീർന്ന ഒരു സാഗരത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ പരിപാടി വന്നിട്ട്, നമ്മുടെ നാട്ടിൽ ഇത്ര അടുത്ത് ഇത്രയും വലിയ ജനസാഗരം ഒരുമിച്ച് കൂടിയിട്ടും അതിൽ പോവാതിരിക്കലൊക്കെ അത്ര ശരിയല്ലാത്തതുകൊണ്ടാണ് ഈ നട്ടപ്പാരിക്ക് നമ്മൾ അതിനുവേണ്ടി തയ്യാറായതും നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നതും. ഏതായാലും ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് കാണാം. അങ്ങനെ നമ്മൾ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉസ്താദിൻ്റെ വണ്ടി, അതുപോലെ നമ്മുടെ ഷമീർ ഉസ്താദ് അവിടെ ഉണ്ട്. ആളും മാരകങ്ങളെല്ലാം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാലും നമുക്ക് ലാസ്റ്റ് ആണെങ്കിലും വരാൻ കഴിഞ്ഞു. അതാണ് ഏറ്റവും വലിയ. ഇതായിരുന്നു സമ്മേളനത്തിൻ്റെ സ്റ്റേജ്, മെയിൻ സ്റ്റേജ്. അപ്പോൾ ഞങ്ങൾ നഗരിയിലെത്തി. ഇവിടെയായിരുന്നു, ഈ ഒരു ഏരിയയാണ് മെയിനായിട്ട് എല്ലാ സെഷനും, എല്ലാ ഭാഗത്തും കാണിക്കും. ഒന്ന് ക്ലാസ്സൊക്കെ നടന്നിരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരേ സമയം 10,000 പ്രതിനിധികളെയാണ് പ്രത്യേകം ക്ഷണിച്ചത്. അതായത് വെള്ളിയാഴ്ച മുതൽ അവരുണ്ടായിരുന്നു. വെള്ളിയാഴ്ച മുതൽ അവരുണ്ടായിരുന്നു. 3 ദിവസത്തെ പരിപാടിക്ക് അവരുണ്ടായിരുന്നു. അപ്പോൾ പരിപാടി ഇപ്പോൾ ആളും ആരവും ഒഴിഞ്ഞു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പ്രവർത്തകരെ കാണാൻ പറ്റും. വലിയ മീനുകളൊക്കെ ഉണ്ട് എല്ലായിടത്തും. വേറെന്താ പറയാനുള്ളത്?